ഹായ് നമസ്കാരം. ഞാനിന്ന് ഒരു വീഡിയോയുമായി വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി സാർ, അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ്. അദ്ദേഹം ഈ ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പ് വളരെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തിലും അതുപോലെ നല്ല രീതിയിൽ ആ തൃശ്ശൂരിന് വേണ്ടിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല പ്രചരണമൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ എന്താ പറയുക, തൃശ്ശൂരുകാരല്ലാത്ത നിരവധി ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സുദർശനൻ എന്നാണ്. ഒരു ലോട്ടറി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകളുണ്ട് കേട്ടോ. കഴിവുകൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു പ്രെഡിക്റ്റർ കൂടിയാണ്. അദ്ദേഹം ഇതുവരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ ഓരോ കാര്യങ്ങളും നടക്കുന്നതിന് മുമ്പേ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതൊരു വലിയ കഴിവ് തന്നെയാണ്. അപ്പോൾ പലരും ഈ ഒരു അവസ്ഥയിൽ ഇതൊക്കെ തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാതാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സിദ്ധി അദ്ദേഹത്തിന് അതുണ്ട്. തീർച്ചയായും അതൊക്കെ നമുക്ക് അധികമായി പരിചയപ്പെട്ട് അല്ലെങ്കിൽ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ മറിച്ച് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂർ മത്സരിക്കാനായി എത്തുന്നതിന് മുന്നേ, അതായത് ഇലക്ഷൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കുന്നതിന് മുന്നേ അദ്ദേഹം പ്രവചിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇനിയൊരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ മത്സരിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് അവിടെ സുരേഷ് ഗോപി വിജയിക്കുക തന്നെ ചെയ്യുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നീട് അതിനുശേഷമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി വിജയിക്കുമെന്ന്. ഒരുപാട് സപ്പോർട്ട് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഓൺലൈൻ വഴി ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായും ഇത്രയും അധികം പ്രവചിക്കുകയും എല്ലാം ചെയ്തു. ഇപ്പോൾ ഓൺലൈനിലുള്ള ഒരുപാട് ആളുകൾ സുദർശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോയ്ക്ക് മുമ്പിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇദ്ദേഹമാണ് സംഗി ഗോപിയെ അവിടെ വിജയിപ്പിച്ചത്, ഇവനാണ് അവിടെ വിജയിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിലും ഒക്കെ ഇങ്ങനെ കമൻ്റ് അടിക്കാറുണ്ട്. പക്ഷേ ആ പറയുന്ന കമൻറ്റ് സത്യമായ കാര്യമാണ്. ഈ പറയുന്ന സുദർശനൻ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ഇന്നും ജീവിക്കുന്നത് സാഹചര്യം വളരെ മോശമാണ് എല്ലാവരെയും. കാരണം അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു ലോട്ടറി കച്ചവടമായിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ സുരേഷ് ഗോപി, താങ്കളോട് പറയാനുള്ളൊരു കാര്യമാണ്. അതായത് ഇന്ന് ആ മനുഷ്യൻ്റെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. കാരണം താങ്കളെക്കുറിച്ച്, താങ്കൾ വിജയിക്കുമെന്ന് പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോകൾ അദ്ദേഹം ചെയ്തു. ഒരുപാട് ഓൺലൈൻ ന്യൂസുകാരെല്ലാം വന്ന് കവർ ചെയ്ത് കൊണ്ടുപോയ ഒരു സംഭവമാണ്, ഞാനടക്കമുള്ളത്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്നറിയാമോ? പിന്നീട് അദ്ദേഹം ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ലോട്ടറി കച്ചവടമായിട്ട് ആ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോട്ടറി ആരും വാങ്ങുന്നില്ല, എല്ലാം കയ്യിലിരുന്ന് പോവുകയാണ്. നമുക്കറിയാം, ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ കയ്യിലിരുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ലോട്ടറി അദ്ദേഹം വിറ്റ് പോയില്ല എങ്കിൽ 3 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലോട്ടറി ഉണ്ട് എങ്കിൽ വളരെയധികം നഷ്ടം അതവർക്ക് സംഭവിക്കും. ഈ ലോട്ടറി കച്ചവടക്കാർക്ക് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 മണിക്ക് ശേഷം പിറ്റേ ദിവസം 3 മണി വരെ, അതായത് 24 മണിക്കൂറിനകത്ത് ഈ ലോട്ടറികൾ വിറ്റ് തീർക്കണമെന്നുള്ളതാണ്. ആ 24 മണിക്കൂർ പിന്നിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ലോട്ടറി ഇരുന്ന് പോവുകയാണ് എങ്കിൽ, പോയിട്ടുണ്ട് എങ്കിൽ അതിന് പൂർണ്ണ കാരണവാൻ സുരേഷ് ഗോപി സാറേ താങ്കളാണ്. താങ്കൾ വിജയിക്കുമെന്ന് പ്രവചിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി വീഡിയോകൾ ചെയ്തത് കൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആരും അത് വാങ്ങുന്നില്ല. താങ്കൾ വിജയിച്ചത് കൊണ്ടാണ് വാങ്ങാത്തത്. അറിയാലോ, ഇത് കൊല്ലം ജില്ലയിലെ കല്ലും താഴത്തായിരുന്നു ആ ഒരു മനുഷ്യൻ ലോട്ടറി കച്ചവടമായിട്ട് ഇരുന്നത്.
നിങ്ങൾക്കറിയാം കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ജില്ലയാണ്. കൂടുതലും അങ്ങനെയുള്ളവരാണ് അവിടെ. അതായത് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നീട് കൊല്ലം തന്നെയാണ് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ട. ആ കോട്ടയിലാണ് അദ്ദേഹം ഇരുന്ന് പറഞ്ഞത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ വിജയിക്കുന്നു. അത് സംഭവിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, താങ്കൾ അദ്ദേഹത്തെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ താങ്കളുടെ ഒരു കുറ്റപ്പെടുത്തൽ പറഞ്ഞല്ല. ഇത്രയും അധികം ഉണ്ടായിട്ട് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലും എല്ലാം വന്നതാണ്. താങ്കൾ ഒരു ഫോൺ കോളെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ ഒരു മനുഷ്യനെ വിളിക്കണമായിരുന്നു കേട്ടോ. ഇന്ന് അദ്ദേഹം വലിയൊരു അപമാനത്തിൻ്റെ നടുവിലാണ്. കാരണം പലരും അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, സുരേഷ് ഗോപി വിളിച്ചില്ലേ, സുരേഷ് ഗോപി എന്ത് തന്നു, സുരേഷ് ഗോപി വീട്ടിൽ വന്നോ, സുരേഷ് ഗോപി തന്നെ അങ്ങോട്ട് വിളിച്ചോ. ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ആ മനുഷ്യന് വലിയ വിഷമമുണ്ട് കേട്ടോ. സുരേഷ് ഗോപി സാറേ, താങ്കളോ അല്ലെങ്കിൽ താങ്കളുടെ മകനോ ഒക്കെ അല്ലെങ്കിൽ താങ്കളെ കൂടെ ഒരുപാട് PIകളും അല്ലെങ്കിൽ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ താങ്കൾ പോകാറുണ്ട്, ചിലപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. താങ്കൾ ഇവിടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഫോൺ കോളെങ്കിലും ആ ഒരു മനുഷ്യനെ ഒന്ന് വിളിക്കാം. താങ്കൾ നേരിട്ട് വിളിച്ചില്ലെങ്കിൽ താങ്കളുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ കൊണ്ടൊന്ന് വിളിപ്പിക്കാമായിരുന്നു. ഇന്ന് ആ മനുഷ്യൻ വലിയ ധർമ്മസങ്കടത്തിലാണ്. താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഒരു മനുഷ്യനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിളിക്കണം. കാരണം താങ്കളുടെ വിജയം താങ്കളുടെ കുടുംബത്തെ എത്രത്തോളം ആ ഒരു സമയത്ത് പ്രതീക്ഷ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു, അതിനൊക്കെ ഉപരിയായിട്ട് അവരും ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുക. സ്വാമിയുടെ കുടുംബവും ഈ പറയുന്ന സുദർശനൻ്റെ കുടുംബവും ആ ഭാര്യയും മകളും ഒക്കെ. പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാറേ, താങ്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ മനുഷ്യനെ ഒരു കോളെങ്കിലും വിളിക്കണം. ആ കുടുംബത്തിന്, ആ ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ആ ഒരു മകൾക്കും അതുപോലെ അദ്ദേഹത്തിനും, അവർ 3 പേരെയുള്ള ആ വീട്ടിൽ, ആ 3 പേരും നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. താങ്കളെപ്പോലെ ഒരു വ്യക്തിത്വത്തിനെ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. താങ്കൾ വിളിക്കുമെന്ന് വിചാരിച്ചിരുന്നു. മാത്രമല്ല, താങ്കൾ വിജയിച്ച ആ സമയത്ത് തന്നെ ഒരുപാട് നേർച്ചകളൊക്കെ ആ അമ്മ നേർന്നായിരുന്നു കേട്ടോ, ഈ സുദർശൻ്റെ ഭാര്യ. അപ്പോൾ അതുമൊക്കെ അദ്ദേഹത്തെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചതൊക്കെയാണ്. ഇതിപ്പോൾ വലിയൊരു അപമാനമാണ്. കാരണം താങ്കൾ വിജയിച്ച് കേന്ദ്രമന്ത്രിരായിട്ട് ഇത്രത്തോളം ആയിട്ട് താങ്കൾ ഒരു കോള് പോലും വിളിക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇതുപോലും മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ ആ കുടുംബത്തിനുണ്ടായ ഒരു വലിയ വിഷമമാണ് കേട്ടോ. താങ്കളിത് കാണുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഒന്ന് വിളിച്ചാൽ മതി. അവർക്ക് ചിലപ്പോൾ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ ചിലപ്പോൾ അത് തന്നെയായിരിക്കും അവർക്ക് വലിയൊരു സന്തോഷം.